ബീഹാറിന്റെ ഉൾനാടിലൂടെയുള്ള സഞ്ചാരം തുടരുകയാണ്. നമ്മൾ ഗഹ്ലോർ എന്ന ഗ്രാമം സന്ദർശിച്ചു. അവിടെ മലയെ പിളർന്ന് ഒറ്റയ്ക്ക് റോഡുണ്ടാക്കിയ ദശരഥ് മാഞ്ചിയുടെ സ്മാരകം കണ്ടു. ബിജു തോമസ്, ഇൻസാഫ് എന്നീ സുഹൃത്തുക്കളുമുണ്ട്. വഴികൾ കണ്ടെത്താനും ട്രാൻസ്ലേഷനുമെല്ലാം സഹായിക്കുന്നത് അവരാണ്. കാർഷിക ഗ്രാമങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത്. ഗ്രാമത്തിന് പശ്ചാത്തലമായി മലനിരകൾ അങ്ങനെ നിൽക്കുന്നു. മലനിരകൾ ഈ ഗ്രാമത്തെ സംരക്ഷിക്കുകയല്ല, പുറം ലോകത്തുനിന്നും ഗ്രാമത്തെ മറച്ചു പിടിക്കുക കൂടിയാണ് ചെയ്യുന്നത്. അങ്ങനെ പോകവേ എന്തൊക്കെയോ പണികൾ നടക്കുന്ന ഒരു ഗ്രാമത്തിലെത്തിയിരിക്കുന്നു. അവിടെ വണ്ടി നിർത്തിയിറങ്ങി. അതിമനോഹരമായ ഒരു കാഴ്ചയാണ്. ഇന്ത്യയുടെ ഗ്രാമക്കാഴ്ചയുടെ ശരിക്കുള്ള ഒരു പതിപ്പ്. വൈക്കോലിന്റെ അട്ടികൾ, അതിനപ്പുറത്ത് ചെറിയൊരു കളമുണ്ട്. ഞാൻ അങ്ങോട്ട് നടന്നു ചെന്നു. അവിടെ ഒരു മെതിയന്ത്രമുണ്ട്, ഒരു ട്രാക്ടർ, പിന്നെ കുറച്ചാളുകൾ അവിടെ കൂടി നിൽക്കുന്നു. ഏതോ ധാന്യത്തിന്റെ മെതിക്കൽ കഴിഞ്ഞ ശേഷം വാരിക്കൂട്ടുകയാണ്. ഞാൻ അവരുടെ അടുത്തേക്ക് തന്നെ ചെന്നു. കാർഷിക ജീവിതത്തിന്റെ ഗ്രാമമാണ്. വേറെ വലിയ ഇൻഡസ്ട്രി ഒന്നുമില്ല. ആധുനിക കാലത്ത് ഇവിടെ വന്ന മാറ്റങ്ങളാണ് മെതിയന്ത്രമൊക്കെ. ഉഴുന്നാണ് കൂട്ടിയിട്ടിരിക്കുന്നത്. ഉഴുന്ന് കറ്റയിൽ നിന്ന് വേർതിരിച്ചെടുക്കുകയാണ്. ഒരു തവണത്തെ മെതി കഴിഞ്ഞതിനാൽ അടിച്ചുവാരി ധാന്യം മാറ്റുന്നു. പലരുടെ ധാന്യം മെതിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരാളുടേത് കഴിയുമ്പോൾ അടുത്തയാളുടേത് തുടങ്ങുന്നതിന് മുൻപ് ആദ്യത്തെയാളുടെ ധാന്യമെല്ലാം മാറ്റുന്നത്. ആ ഗ്രാമത്തിൽ കുറേ വീടുകളുണ്ട്. കർഷകരുടെ വീടുകളാണെല്ലാം. മലയുടെ താഴ്വാരം വരെ കർഷക ഭവനങ്ങളാണ്. ഇദ്ദേഹത്തെ പരിചയപ്പെട്ടു. രാകേഷ് കുമാർ. രാകേഷ് കുമാറിൻ്റെതാണ് ഈ മെതിയന്ത്രവും ട്രാക്ടറും. അദ്ദേഹം അതുമായി ഇങ്ങനെ വരും. എന്നിട്ട് പല കർഷകരുടെ പറമ്പിലിരിക്കുന്ന ധാന്യം മെതിച്ചു കൊടുക്കും. ഇദ്ദേഹത്തിന്റെ ധാന്യമാണ് ഇനി മെതിക്കാൻ പോകുന്നത്. പല കർഷകർ കറ്റകൾ ഇവിടെ കൊണ്ടുവന്ന് അടുക്കി വയ്ക്കും. യന്ത്രം വരുന്ന ദിവസം അതെല്ലാം മെതിച്ചു കൊടുക്കും. യന്ത്രം പ്രവർത്തിക്കുന്നുണ്ട്. മുകളിൽ നിൽക്കുന്നയാൾ രാകേഷ് കുമാറിന്റെ സഹായിയാണ്. കൊയ്തെടുത്തത് ഒന്ന് ഉണക്കിയ ശേഷമാണ് മെതിക്കുന്നതിനായി കൊണ്ടുവരുന്നത്. അതിങ്ങനെ യന്ത്രത്തിലേക്ക് ഇട്ടുകൊടുക്കുന്നു. മറുവശത്തു കൂടി അത് മെതിച്ചു തള്ളുന്നു. ഉഴുന്നും പൊടിയും എല്ലാം കൂടിയാണ് പുറത്തേക്ക് ചീറ്റുന്നത്. ബീഹാറിൽ വ്യാപകമായി കൃഷി ചെയ്തു വരുന്ന പയർവർഗ്ഗമാണ് ഉഴുന്ന്. വലിയ തോതിലുള്ള ജലസേചനമില്ലാതെ തന്നെ ഈ കൃഷി സാധ്യമാണെന്നത് കൂടിയാവാം കാരണം. നെല്ലോ ഗോതമ്പോ പോലെയല്ല ഉഴുന്നിന്റെ കാര്യം. വള്ളിച്ചെടിയാണത്. കൊയ്തെടുത്ത് കളത്തിൽ കൂട്ടി 3-4 ദിവസം വെയിലിൽ വെച്ച ശേഷമാണ് ഇതിങ്ങനെ മെതിക്കുക. ഇന്ന് ബീഹാറിന്റെ പല ഗ്രാമങ്ങളിലും കൃഷി യന്ത്രവൽകൃതമായി കഴിഞ്ഞു. അതിൻ്റെ ഒരു ഗുണമാണ് ഇപ്പോഴും കൃഷി ഇവിടെ വളരെ സജീവമായി തുടരുന്നത്. സമയത്ത് യന്ത്രവൽക്കരണം നടക്കാതെ പോയതുകൊണ്ടാണ് കേരളത്തിൽ നിന്നും കൃഷി അപ്രത്യക്ഷമായതെന്ന് എനിക്ക് തോന്നാറുണ്ട്. കേരളം മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളെക്കാൾ വളരെ മുന്നേ സഞ്ചരിക്കുന്ന നാടാണ്. അപ്പോൾ വളരെ നേരത്തെ ഇവിടെ യന്ത്രവൽക്കരണം വന്നിരുന്നെങ്കിൽ ഇന്നും കേരളത്തിൽ കൃഷി കുറെ കൂടി സജീവമാകുമായിരുന്നു. കളത്തിലാകെ പൊടി പറക്കുന്നു. അതിനിടയിൽ നിന്നുകൊണ്ടാണ് കർഷകർ പണിയെടുക്കുന്നത്. തൊണ്ടും വൈക്കോൽ പൊടിയുമാണ് ഈ തെറിക്കുന്നത്. പരിപ്പ് മറ്റൊരിടത്താണ്. കളത്തിലൂടെ ഒരു വൃദ്ധൻ നടക്കുന്നുണ്ട്. എത്രയോ കാലം കൃഷിയിലൂടെ കടന്നുപോയ, ഒരുപക്ഷെ വലഞ്ഞുപോയ ഒരാളായിരിക്കാം. അദ്ദേഹം പുതിയ കാലത്തിന്റെ മാറ്റങ്ങൾ തെല്ലത്ഭുതത്തോടെ എന്നോണം കണ്ടു നിൽക്കുന്നു. വടികൊണ്ട് തല്ലിയോ കാളകളെ നടത്തിയോ ഉഴുന്ന് വേർതിരിച്ചെടുത്ത് നടുവൊടിഞ്ഞ ഒരു കർഷകനാവാം. ഇന്നത്തെ മാറ്റം കണ്ടങ്ങനെ നിൽക്കുന്നു. ഒരു 3/4 നൂറ്റാണ്ട് ഗ്രാമത്തിലെ കൃഷിയും ജീവിത പ്രാരാബ്ധങ്ങളുമെല്ലാം കണ്ട ഒരു തനി ബീഹാറി കർഷകൻ മാഞ്ചി സമുദായത്തിലെ ഒരാളായിരിക്കണം. ഈ പ്രദേശത്തൊക്കെയുള്ളവർ മാഞ്ചികളാണ്. കർഷകന്റെ മുഖത്ത് ജീവിതക്ലേശങ്ങൾ മുഴുവൻ ഉണ്ടെന്ന് തോന്നും. അദ്ദേഹം കുറച്ചുനേരം എൻ്റെ ക്യാമറയ്ക്ക് മുന്നിൽ നിന്നു. റാംബായി എന്നാണ് പേര്. എത്രയോ കാലം അനുഭവിച്ച കാർഷിക ജീവിതത്തിന്റെ പ്രതിഫലനമുണ്ട് വാർദ്ധക്യകാലത്തെ ഈ മുഖത്ത്. റാംഭായിയുടെ നല്ല കാലത്ത് ഇവിടുത്തെ കാർഷിക മേഖല ഇന്നത്തെ നിലയിലൊന്നുമായിരുന്നിരിക്കില്ല. ഭൂ ഉടമകളുടെ കീഴിൽ തുച്ഛമായ കൂലിക്ക് പകലന്തിയോളം കഠിനജോലി ചെയ്തിരുന്ന ഒരു തൊഴിലാളിയായിരുന്നിരിക്കാം അദ്ദേഹം. ഇപ്പോൾ കഥ മാറിയിരിക്കുന്നു. വലിയ ഭൂ ഉടമകളുടെ കീഴിൽ അടിമകളെപ്പോലെ ജോലി ചെയ്യേണ്ടതില്ല.
യന്ത്രങ്ങൾ വന്നു. കർഷകർക്ക് ധാരാളം ആനുകൂല്യങ്ങൾ വന്നു. ഒരു ഭാഗത്ത് വൈക്കോലിന്റെ മുകളിൽ കിടന്നു മറിയുന്ന കുട്ടികൾ. 60കളിലും 70കളിലും 80കളിലുമെല്ലാം നമ്മുടെ ഗ്രാമങ്ങളിൽ കണ്ടിരുന്ന ഒരു കാഴ്ചയാണിത്. പാടത്ത് കൊയ്യുന്നു, കറ്റ കെട്ടിവെക്കുന്നു, മെതിച്ച ശേഷം വൈക്കോൽ കൂട്ടിയിടുന്നു. അതിന്റെ മുകളിൽ കളിക്കുന്ന കുട്ടികൾ, വൈക്കോൽ ഉണക്കുന്ന ഗ്രാമീണർ. ഇന്ന് കേരളത്തിൽ കാണാൻ കിട്ടാത്ത ഒരു കാഴ്ചയാണിത്. ഇവിടെ മുതിർന്നവരും കുട്ടികളുമൊക്കെ കൃഷിയുടെ അനുബന്ധ പ്രവർത്തനങ്ങളിൽ മുഴുകുകയാണ്. യന്ത്രവൽകൃതമായി എന്നുള്ളത് മാത്രമാണ് കൃഷിയിലുണ്ടായ മാറ്റം. യന്ത്രത്തിൽ നിന്ന് ഉഴുന്ന് ഒരു വശത്ത് വീഴും. അതിന്റെ പതിരും പൊടിയുമെല്ലാം മറ്റൊരു ഭാഗത്ത് താഴേക്ക് വീഴുന്നു. പൊടി കുറച്ച് സഹിക്കാൻ വയ്യാതെയായി കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ചു മാറി നിന്ന് ദൃശ്യങ്ങൾ പകർത്തി. ഇന്നൊരു ദിവസം കൊണ്ട് ഈ ഗ്രാമത്തിലെ ഉഴുന്നു മുഴുവൻ മെതിച്ചു കഴിയുമെന്ന് രാകേഷ് കുമാർ പറഞ്ഞിരുന്നു. ഗ്രാമത്തിൽ ഒരു കാർഷിക ഉത്സവം പോലെയാണ് ഈ യന്ത്രം വരുന്നത്. പല വീടുകളിലെ കുട്ടികൾ ഒരു വശത്ത് കറ്റയുടെ മുകളിൽ ചാടിക്കളിക്കുന്നു, കുത്തിമറിയുന്നു. കേരളത്തിന്റെ പഴയ കൊയ്ത്തുകാലത്തിന്റെ ഓർമ്മകളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്നും യാത്ര തുടർന്നു. സൂര്യൻ പടിഞ്ഞാറ് ചാഞ്ഞു. ഇവിടെ ഒരു ഹൈസ്കൂളുണ്ട്. മികച്ച അടിസ്ഥാന സൗകര്യങ്ങളുള്ള സ്കൂളുകളാണ് മിക്കതും. പക്ഷേ നിലവാരമുള്ള അധ്യാപന സംവിധാനം സർക്കാർ സ്കൂളുകളിൽ വന്നു കഴിഞ്ഞിട്ടില്ലെന്ന് മാത്രം. പലയിടത്തും കുട്ടികളെ സ്കൂളിലേക്ക് വിടുന്നതിനായി രക്ഷിതാക്കൾക്ക് ബോധവൽക്കരണം നൽകാനുമായിട്ടില്ല. അതൊക്കെയാണ് വിദ്യാഭ്യാസത്തിൽ ഇവർ പിന്നോക്കം നിൽക്കാൻ കാരണം. എന്നാൽ CBSE സ്കൂളുകളിൽ വരുന്ന കുട്ടികൾ മികച്ച നിലവാരം പുലർത്തുന്നു. സർക്കാർ സ്കൂളുകൾ എല്ലാം മോശമൊന്നുമല്ല. പക്ഷേ പല പിന്നോക്ക ഗ്രാമങ്ങളിലും അധ്യാപകർ ഒരു ചടങ്ങ് പോലെ വന്ന് പഠിപ്പിച്ചിട്ട് പോകുന്ന സ്ഥിതിയുണ്ട്. എങ്കിലും കാര്യങ്ങളിപ്പോൾ മാറി വരുന്നുണ്ട്. ഗവൺമെന്റ് വിദ്യാഭ്യാസ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നു. വിദ്യാഭ്യാസ രംഗം മെച്ചപ്പെടുന്നതോടെ ഈ ഗ്രാമങ്ങളുടെയൊക്കെ സ്ഥിതി മാറും. ഇവരുടെ മനോഭാവം മാറും. ദാരിദ്ര്യത്തിന്റെ തോത് കുറയും. സർക്കാർ ഉദ്യോഗത്തിലേക്ക് ആളുകൾ വരും. അപ്പോൾ കൃഷി ചിലപ്പോൾ കുറഞ്ഞു വരാനും സാധ്യതയുണ്ട്. ഒരു ഭാഗത്തെത്തുമ്പോൾ നദിക്ക് കുറുകെയുള്ള പാലത്തിൽ വലിയൊരു പൈപ്പ് ലൈൻ. ഗംഗാ നദിയിൽ നിന്ന് ബീഹാറിന്റെ തെക്കൻ ജില്ലകളിലേക്ക് വെള്ളം കൊണ്ടുപോകുന്ന ഒരു പൈപ്പ് ലൈനാണ്. അത് കഴിയുന്നതോടെ ഇതുവരെ വലതുവശത്ത് നീണ്ടുകിടന്നിരുന്ന ഗെഹ്ലോർഘട്ടിനെ ക്രോസ് ചെയ്യുകയാണ്. മല കടന്ന് അതിന്റെ മറുവശത്തു കൂടിയാണ് ഇനി യാത്ര. രാജ്ഗീറിലേക്ക് പോകണമെങ്കിൽ ഇങ്ങനെ മലയെ മറികടക്കണം. ഗംഭീരമായ മലമ്പാതയാണ്. ഒരു ചുരം പാത തന്നെ. അതിമനോഹരമായ ഭൂപ്രകൃതിയാണ്. ലഗാൻ പോലെയൊക്കെയുള്ള സിനിമകൾ ഷൂട്ട് ചെയ്യാൻ പറ്റിയ ലൊക്കേഷനാണ് ഇതെന്ന് എനിക്ക് തോന്നി. ഉത്തരേന്ത്യയിലെ വ്യത്യസ്തമായൊരു കാഴ്ചയാണിത്. മരുഭൂമിയുടെ സ്വഭാവമുള്ള പ്രകൃതിയാണ് പലയിടത്തും. ഞാൻ ഇതിലെ പോകുമ്പോൾ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇന്നു നമ്മൾ ഇതുവഴിയൊക്കെ പോകുമ്പോൾ ദാരിദ്ര്യമുള്ള ഗ്രാമങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിലും വലിയ ചരിത്രമുള്ളൊരു നാടാണിത്. 2 കാര്യങ്ങൾ കൊണ്ടാണ് ആ ചരിത്രം പ്രസക്തമാകുന്നത്. മഗധ എന്ന രാജ്യവും ബിംബിസാറിനെ പോലുള്ള പ്രഗത്ഭരായ ചക്രവർത്തിമാരുമാണ് അതിലൊന്ന്. രണ്ടാമത്തെ കാര്യം ശ്രീബുദ്ധൻ തന്റെ ജീവിതത്തിലെ കുറെ കാലം ചെലവഴിച്ച നാടെന്ന നിലയിലുള്ളതാണ്. ബിംബിസാറിന്റെ കാലത്ത് സമ്പദ് സമൃദ്ധമായ ഒരു സാമ്രാജ്യമായിരുന്നു മഗധ. സമ്പത്ത് കൊണ്ട് മാത്രമല്ല, വിജ്ഞാനം കൊണ്ടും പ്രശസ്തമായിരുന്നു മഗധയും അതിന്റെ തലസ്ഥാനമായ രാജ്ഗീറുമെല്ലാം. പുരാതനമായ നളന്ദ യൂണിവേഴ്സിറ്റി അവിടെയായിരുന്നല്ലോ. അക്കാലത്ത് രാജ്ഗീറിന് ചുറ്റും 1000 ഗ്രാമങ്ങൾ ഉണ്ടായിരുന്നത്രേ. ഇപ്പോൾ ജഡ്യാൻ എന്ന ഒരു ഗ്രാമത്തിലൂടെയാണ് കടന്നുപോകുന്നത്. ജ്ഞാനം തേടിയും ബോധോദയത്തിന് ശേഷം താൻ കണ്ടെത്തിയ സത്യങ്ങൾ പ്രചരിപ്പിക്കാനുമായി ബുദ്ധൻ നടന്ന പ്രദേശങ്ങൾ എന്ന പ്രത്യേകത ഈ മേഖലയ്ക്കുണ്ട്. ബ്രാഹ്മണ ഗുരുക്കന്മാരുടെ ശിഷ്യനാവാൻ അദ്ദേഹം വന്നത് ഇവിടേക്കാണ്. പിന്നീട് അവരെ വിട്ട് കഠിന തപസ് അനുഷ്ഠിക്കാനായി പോയതും ബോധോദയത്തിന് ശേഷം ശിഷ്യരെ സമ്പാദിച്ചതും അവർക്ക് ബുദ്ധമാർഗം ഉപദേശിച്ചതുമെല്ലാം ഈ ഒരു മേഖലയിൽ വെച്ചാണ്. ലോകത്തെ തന്നെ ആദ്യത്തെ ബുദ്ധമത ജനസമൂഹം വളർന്നു വന്ന പ്രദേശവും ഇതാണ്. ഇവിടെ നിന്നുമാണ് ബുദ്ധന്റെ ആശയങ്ങളും ബുദ്ധമതവും ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും പടർന്നത്. അതുപോലെ ജൈനമതത്തിനും ഇവിടെ വലിയ പ്രാധാന്യമുണ്ട്.
മഹാവീരന്റെ ജന്മസ്ഥലവും അദ്ദേഹം വളർന്ന ഇടവും എന്ന നിലയിൽ രാജ്ഗീറിന്റെ പരിസരങ്ങൾ എന്നും ജൈനമത ചരിത്രത്തിലെ പ്രധാന ഇടമാണ്. ലോകത്തെ പ്രമുഖമായ 2 മതങ്ങളുടെ കളിത്തൊട്ടിലായിരുന്നു ഈ പ്രദേശമെന്നും പറയാം. മൗര്യന്മാർ, ഗുപ്തന്മാർ എന്നിവരുടെ കാലത്തെ ചരിത്ര പ്രാധാന്യമാർന്ന നിരവധി സ്ഥലങ്ങളുണ്ട് ഈ മേഖലയിൽ. ഇതിഹാസങ്ങളിലെ ജരാസന്ധൻ തുടങ്ങിയ കഥാപാത്രങ്ങളുടെ വിഹാരയിടങ്ങളും ഇവിടമായിരുന്നു. മൊറോക്കോ, നോർത്ത് മാസിഡോണിയ, കസാഖിസ്ഥാൻ, സാംബിയ, സിംബാബ്വെ. സഞ്ചാരം പെൻഡ്രൈവ് വോളിയം നമ്പർ 21. അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. കൃഷിക്ക് അനുയോജ്യമല്ലാത്ത ഭൂഭാഗങ്ങളിലൂടെയാണ് യാത്ര. യാത്ര തുടരവേ മുന്നിലുള്ള മലയുടെ മുകളിൽ ഒരു മതിൽ കെട്ടിയത് കാണുന്നു. അതൊരു ചരിത്ര നിർമ്മിതിയാണ്. സൈക്ലോപ്പിയൻ വാൾ എന്ന് ഗവേഷകർ പേരിട്ടിരിക്കുന്ന ഒരു നഗരമതിൽ. പുരാതന മാസിഡോണിയയിൽ കല്ലിന്മേൽ കല്ല് അടുക്കി വെച്ച് നിർമ്മിച്ചിരുന്ന വലിയ മതിലുകളാണ് സൈക്ലോപ്പിയൻ വാൾ എന്ന് പൊതുവെ അറിയപ്പെടുന്നത്. അതേ മാതൃകയിൽ പണിതിരിക്കുന്നത് കൊണ്ടാണ് ഇതിനും ആ പേര് വന്നത്. 2500 വർഷം മുൻപ് മഗധ ഭരിച്ചിരുന്ന ബിംബിസാരൻ തന്റെ തലസ്ഥാനമായ രാജ്ഗീറിനെ ശത്രുക്കളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷിക്കാനാണ് ഈ മതിലിന്റെ പണി തുടങ്ങിയത്. ഇത് കണ്ടാൽ അടുത്ത കാലത്ത് പെറുക്കി വെച്ചതാണെന്ന് തോന്നും. അല്ല, ഇത് നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ളതാണ്. ചില ഭാഗത്ത് 14 അടിയും മറ്റു ചിലയിടത്ത് 20 അടിയും കനമുണ്ട് മതിലിന്. ഞങ്ങൾ രാജ്ഗീറിനോട് അടുക്കുകയാണ്. അപ്പോഴും കുതിരവണ്ടിയിലിങ്ങനെ ടൂറിസ്റ്റുകൾ പോകുന്നത് കാണാം. രാജ്ഗീറിന് സമീപത്തെത്തുമ്പോഴുള്ളൊരു പതിവ് കാഴ്ചയാണത്. സൂര്യൻ അസ്തമിക്കാറാവുന്നു. താമസിയാതെ നേരമിരുട്ടും. ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പാറ്റ്നയിലെത്തണം. ഇപ്പോൾ രാജ്ഗീർ പട്ടണത്തിലേക്കെത്തി. ശരിക്കും ഇന്ന് വേറെ വഴിയിലൂടെയാണ് ഞങ്ങൾ പാറ്റ്നയിലേക്ക് പോകാൻ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ ദശരഥ് മാഞ്ചിയുടെ പാതയും ഉൾഗ്രാമങ്ങളുമൊക്കെ കാണേണ്ടതുകൊണ്ട് വഴിതിരിഞ്ഞ് രാജ്ഗീറിലെത്തുകയായിരുന്നു. വിശപ്പ് അസഹ്യമായി. ഉച്ചഭക്ഷണം കഴിച്ചിട്ടില്ല. ഇവിടെ ദുഃഖി എന്നൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അതിനു മുന്നിൽ വണ്ടി നിർത്തി ഞങ്ങൾ അവിടേക്ക് നടന്നു. വഴിയിലൊന്നും നല്ല റെസ്റ്റോറൻ്റ് കണ്ടിരുന്നില്ല. അവസാനം തരക്കേടില്ലാത്ത ഒരു റെസ്റ്റോറൻ്റ് കണ്ടുകിട്ടിയിരിക്കുന്നു. അവിടെ നിന്നും ഞങ്ങൾ ചപ്പാത്തിയും മട്ടൻ കറിയുമൊക്കെ സുഭിക്ഷമായി അങ്ങ് കഴിച്ചു. വിശപ്പ് കൊണ്ട് ഞങ്ങൾ 3 പേരും വലഞ്ഞിരുന്നു. വീണ്ടും യാത്ര. നേരം നന്നായി ഇരുട്ടിയിരിക്കുന്നു. നല്ല ഹൈവേ ഒക്കെയാണ്. ട്രക്കുകളുടെ ഘോഷയാത്രയാണെന്ന് മാത്രം. ഹൈവേ ഒക്കെ നന്നായി ലൈറ്റപ്പ് ചെയ്തിരിക്കുന്നു. ഇന്ത്യയിലെ ഹൈവേകളിൽ ഇങ്ങനെ ഒറ്റ കുഴപ്പമേ ഉള്ളൂ. 2 ചരക്ക് ലോറികൾ അങ്ങ് നിരന്നു പോകും. ബാക്കിയുള്ളവരെല്ലാം അവരുടെ പിന്നാലെ മാത്രം പോകണം. നമ്മുടെ ഹൈവേകളിൽ 10 വരിയുണ്ടെങ്കിലും ഒരു ഗുണവും ഉണ്ടാവാൻ പോകുന്നില്ലെന്ന് തോന്നും. അതുപോലെ തന്നെ ടോൾ ഗേറ്റുകൾ. അതിലെ ബേകൾ പലതും പ്രവർത്തിക്കുന്നില്ല. ഫാസ്ടാഗ് ഒക്കെ ഉണ്ടെങ്കിലും കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ്. രാത്രി 9 മണിയായപ്പോഴേക്കും ഞങ്ങൾ പാറ്റ്ന നഗരത്തിലേക്കെത്തി. നഗരത്തിലേക്ക് കയറുമ്പോൾ രാത്രിയിലും കല്യാൺ ജുവലറിയൊക്കെ സജീവമാണ്. ജിഞ്ചർ ഹോട്ടലിലാണ് ഞാൻ ഇന്ന് താമസിക്കുന്നത്. ഒരു ബജറ്റ് ഹോട്ടലാണ് ജിഞ്ചർ. ഇന്ത്യ മുഴുവനുള്ള ഒരു ഹോട്ടൽ ചെയിനാണ്. എന്നെ അവിടെ ഇറക്കിവിട്ട് ബിജു തോമസും ഇൻസാഫും യാത്ര പറഞ്ഞു പോയി. ഞാൻ മുറിയിലേക്ക് ചെന്നു. ചെറിയ മുറിയാണ്. വൃത്തിയുണ്ട്. 3500 രൂപയൊക്കെയാണ് മുറിയുടെ റേറ്റ്. സ്പേസ് ഇത്തിരി കുറവാണെന്ന പ്രശ്നമേ ഉള്ളൂ. പ്രധാനമായും ജോലിയുടെ ഭാഗമായി യാത്ര ചെയ്യുന്ന എക്സിക്യൂട്ടീവുകൾക്കുള്ള ഹോട്ടലാണ്. പിറ്റേ ദിവസം രാവിലെ മറ്റൊരു മലയാളി സുഹൃത്ത് എന്നെ കാണാനെത്തി. ഇത് ജോസ് തുണ്ടത്തിൽ. ഇന്നലെ രാവിലെ ഞാൻ പാറ്റ്നയിൽ നിന്ന് യാത്ര പുറപ്പെടുമ്പോൾ ഇദ്ദേഹത്തെ കണ്ടിരുന്നു. ജോസ് തുണ്ടത്തിലാണ് ശരിക്കും ബിജു തോമസിനെയൊക്കെ എന്നെ പരിചയപ്പെടുത്തിയത്. ഇന്ന് കുറച്ചു സമയം പാറ്റ്നയിലെ കാഴ്ചകളിലൂടെ സഞ്ചരിക്കാനാണ് എന്റെ തീരുമാനം. ജോസ് തുണ്ടത്തിനൊപ്പമാണ് യാത്ര. വികാസ് ആണ് അദ്ദേഹത്തിന്റെ ഡ്രൈവർ. ഇവിടം അറിയപ്പെടുന്നത് പാറ്റ്നയിലെ ഡാക് ബംഗ്ല ചൗരാഹ എന്നാണ്. ജിഞ്ചർ ഹോട്ടൽ ഇരിക്കുന്നതും ഈ ജംഗ്ഷനിലാണ്. ഡാക് ബംഗ്ല ചൗരാഹ എന്ന് പറഞ്ഞാൽ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ എന്നാണ് അർത്ഥം. അവിടെ നിന്ന് നഗരത്തിലൂടെ യാത്ര തുടങ്ങി. പാറ്റ്നയിൽ ധാരാളം മലയാളികളുണ്ട്.
ഏതാണ്ട് 3000-ഓളം പേർ. അതിൽ തന്നെ 15 വർഷത്തിനു മുൻപേ വന്ന 1500 പേരുണ്ട്. പിന്നെ അടുത്ത കാലത്ത് നഴ്സിംഗ് തൊഴിലൊക്കെയായി വന്ന വേറൊരു 1500 പേരുണ്ട്. നിരവധി മലയാളി സംഘടനകളുമുണ്ട് ഈ നഗരത്തിൽ. ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ അഥവാ ഐമ എന്ന സംഘടനയാണ് അവയിലൊന്ന്. പിന്നെ കേരള ക്ലബ്ബുണ്ട്, കേരള കലാസമിതിയുണ്ട്. അങ്ങനെ പല പല മലയാളി സംഘടനകൾ. വളരെ സജീവമാണ് അവരുടെയൊക്കെ പ്രവർത്തനം. പാറ്റ്നയിൽ മാത്രമല്ല, ബീഹാറിൽ എല്ലാ പട്ടണങ്ങളിലും മലയാളികളുണ്ട്. എന്നാൽ മധ്യപ്രദേശ്, ഗുജറാത്ത് തുടങ്ങിയ സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്താൽ ബീഹാറിൽ മലയാളികളുടെ എണ്ണം കുറവാണ്. ഞങ്ങൾ ഇന്ന് ആദ്യം പോകുന്നത് പാറ്റ്ന സാഹിബ് ഗുരുദ്വാര കാണാനാണ്. നേരെ മുന്നിൽ കാണുന്നത് നഗരത്തിലെ റിവോൾവിംഗ് റെസ്റ്റോറൻ്റാണ്, ഏറ്റവും മുകളിൽ. അതിരിക്കുന്ന കെട്ടിടത്തിന്റെ പേര് ബിസ്കോ മൗണ്ട് ഭവൻ എന്നാണ്. ബീഹാർ ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടം. 1971 അത് ഉദ്ഘാടനം ചെയ്തത്. അത് കഴിഞ്ഞു ചെല്ലുമ്പോൾ വിചിത്രമായ ഒരു കെട്ടിടത്തിന് മുന്നിലേക്കെത്തുന്നു. ഗോൾഘർ എന്നാണ് ഇതിന്റെ പേര്. 2.5 നൂറ്റാണ്ട് മുൻപ് ബ്രിട്ടീഷുകാർ പണിത ധാന്യ സംഭരണിയാണത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ബംഗാൾ ആർമിയിലെ എഞ്ചിനീയറായിരുന്ന ജോൺ ഗാർസ്റ്റിനാണ് ഇത് ഡിസൈൻ ചെയ്തത്. ഗോളാകാരമുള്ള കെട്ടിടത്തിന്റെ മുകളിലേക്ക് ഒരു ഗോവണി കാണാം. ആ പടവുകളിൽ കൂടി ധാന്യം ചുമന്ന് മുകളിൽ കയറി ഒരു ഭരണിക്കകത്തെന്ന പോലെ മുകളിൽ നിന്ന് താഴേക്കിടുന്നതായിരുന്നു പതിവ്. ബീഹാർ മേഖലയിലെ ക്ഷാമം തടയുന്നതിനായി രൂപപ്പെടുത്തിയ ഒരു പദ്ധതിയുടെ ഭാഗമായാണ് ബ്രിട്ടീഷുകാർ ഇത് പണിതത്. ഇത്തരത്തിലുള്ള 5 ധാന്യ സംഭരണികൾ പണിയാൻ അവർ തീരുമാനിച്ചിരുന്നുവെങ്കിലും ഇതൊന്നു മാത്രമേ പൂർത്തിയായുള്ളൂ. സ്തൂപത്തിന്റെ മാതൃകയിലാണ് ബ്രിട്ടീഷുകാർ ഈ ധാന്യ സംഭരണി പണിതിരിക്കുന്നത്. 8 നിലയുള്ള കെട്ടിടത്തിന്റെ ഉയരമുണ്ട് അതിന്. ഗോൾഘറിന്റെ ചരിത്രത്തിൽ ഒരിക്കൽ പോലും അത് ധാന്യം കൊണ്ട് നിറയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിനടുത്തുകൂടി യാത്ര തുടരുമ്പോൾ വഴിയരികിൽ ആളുകളിരുന്ന് ചില സാധനങ്ങൾ ഉണ്ടാക്കുന്നത് കണ്ടു. വണ്ടി നിർത്തി അതെന്താണെന്ന് ചെന്ന് നോക്കി. മുള ചെറിയ കഷ്ണങ്ങളായി ചീന്തിയെടുത്ത് അതുകൊണ്ട് ഫർണിച്ചറൊക്കെ ഉണ്ടാക്കുകയാണ്. വഴിയരികിലാണ് നിർമ്മാണവും കച്ചവടവുമെല്ലാം. ഈ പണി എനിക്ക് കൗതുകമായി തോന്നി. നമ്മുടെ നാട്ടിലും വേണമെങ്കിൽ ചെയ്യാവുന്ന കാര്യമല്ലേ? ചെറിയ ഷെൽഫുകളും സ്റ്റാൻഡുകളുമെല്ലാമുണ്ട്. കുറച്ചുപേർ വഴിയരികിലിരുന്ന് പണിയുകയാണ്. കടയൊന്നുമില്ല. വഴിയോരത്താണ് വർക്ക്ഷോപ്പും ഷോറൂമും ഗോഡൌണുമെല്ലാം. വാടക കൊടുക്കേണ്ട, കറണ്ട് ചാർജ് അടയ്ക്കേണ്ട. മുളയും കൊണ്ടുവരുന്നു. അതിവിടെ ഇരുന്ന് മുറിച്ചൊരുക്കുകയും കീറുകയും ചെയ്യുന്നു. മുളയെ അലകുകളായി മാറ്റുന്നു. ഒരാൾ ഇവിടെ ഇരുന്ന് ആണിയടിച്ച് ഷെൽഫ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പലതരം വീട്ടുപകരണങ്ങൾ ഇങ്ങനെ മുള കൊണ്ടുണ്ടാക്കുന്നുണ്ട്. ഇതിനെത്ര കാലം ആയുസ്സുണ്ടാകുമെന്നറിയില്ല. മുളംതട്ടികൾ, കർട്ടനുകൾ, ബ്ലൈൻഡ്സ് ഇങ്ങനെയൊക്കെയുള്ള പല സാധനങ്ങളുണ്ട്. വേറൊന്ന് ബോർഡുകളാണ്, പരസ്യ ബോർഡുകൾ. ഇവർ മുളയുടെ ഫ്രെയിം ഉണ്ടാക്കി അതിൽ അടിച്ചു വയ്ക്കുന്നു. നമ്മൾ വലിയ പട്ടിക കഷ്ണത്തിലാണല്ലോ ബോർഡുകൾ അടിച്ചു വയ്ക്കുന്നത്. രാഷ്ട്രീയ പാർട്ടികളുടേത് പോലും ഇങ്ങനെയാണ് ഉണ്ടാക്കുക. ഞങ്ങൾ അവിടെ നിന്ന് യാത്ര തുടർന്നു. ഇനി നേരെ പോകുന്നത് JP ഗംഗാപഥിലേക്കാണ്. JP ഗംഗാപഥിലൂടെ വേണം നഗരത്തിന്റെ പ്രധാന ഭാഗത്തെ ഏത് കാഴ്ചയിലേക്കും പോകാൻ. ആദ്യം പോകുന്നത് പാറ്റ്ന സാഹിബ് ഗുരുദ്വാര കാണാനാണ്. ഗംഗാപഥ് പാലത്തിന്റെ മുകളിൽ ഞാൻ വണ്ടി നിർത്തിച്ചു. ഗംഗാ നദിയെ ഒന്ന് വിശദമായി ഷൂട്ട് ചെയ്യണം. ഗംഗയുടെ നടുക്ക് ഇതുപോലെ ദ്വീപുകളുണ്ട്. ആ ദ്വീപിൽ കൃഷി നടക്കുന്നു. ചോളകൃഷിയാണ്. അവിടേക്ക് കർഷകൻ വന്ന വള്ളമാണ് ഈ കാണുന്നത്, പരന്ന വള്ളം. മഴക്കാലത്ത് ആ ദ്വീപിനെയെല്ലാം മൂടി നദി ഒഴുകും. പക്ഷേ വേനൽക്കാലത്ത് അവിടെ കൃഷിയും നടക്കും. തീരത്ത് വള്ളങ്ങൾ കിടപ്പുണ്ട്. കൂറ്റൻ വള്ളങ്ങളാണ്. 2-3 ട്രക്കുകളിൽ കൊള്ളാവുന്നത്ര സാധനങ്ങൾ കയറ്റാവുന്ന വലിയ വള്ളം. അതിനകത്തെ വെള്ളം കോരിക്കളയുന്നു ചിലർ. പാലം വരുന്നതിനു മുൻപ് വള്ളക്കാർക്ക് വലിയ നേട്ടമായിരുന്നു. കടത്തുവള്ളങ്ങളിലും ചങ്ങാടങ്ങളിലുമായിരുന്നു അന്ന് ആളുകൾ അക്കരെ ഇക്കരെ പോയിരുന്നത്. പാലം വന്നതിനു ശേഷം അവർക്ക് പണിയില്ലാതായി. 30 വർഷത്തിലേറെയായി ജോസ് തുണ്ടത്തിൽ ബീഹാറിൽ വന്നിട്ട് ഇപ്പോൾ ലൈബ്രറിനായി ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയാണ്. ആൾ ഈരാറ്റുപേട്ടക്കാരനാണ്. JP ഗംഗാപഥിലൂടെ വീണ്ടും മുന്നോട്ട് നീങ്ങി.
വലിയൊരു പ്രോജക്റ്റാണ് JP ഗംഗാപത്ത്. ഇപ്പോഴും പണി പൂർത്തിയായിട്ടില്ല. 14 കിലോമീറ്ററാണ് പൂർത്തിയായിരിക്കുന്നത്. താമസിയാതെ അത് 21 കിലോമീറ്റർ ആവും. JP ഗംഗാപത്ത് വന്നില്ലായിരുന്നെങ്കിൽ പാറ്റ്ന നഗരത്തിനകത്തുകൂടിയുള്ള ഗതാഗതം അതീവ ദുഷ്കരമായേനെ. ഇത് വലിയൊരു ശാപമോക്ഷമാണ്. മഹാത്മാഗാന്ധി സേതുവാണ് മുകളിൽ. അതും ഇപ്പോൾ കൺജസ്റ്റഡ് ആയി തുടങ്ങി. അതിനും പാരലലായിട്ട് പുതിയ പാലം പണിതുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം റോഡുകളുടേതാണല്ലോ. വാഹനപ്പെരുപ്പമാണ് കാരണം. ഗംഗ ഒരു കടല് പോലെ അങ്ങനെ കിടക്കുകയാണ്. ഞങ്ങൾ അടുത്ത ലക്ഷ്യസ്ഥാനത്തേക്ക് അതിവേഗം അടുത്തുകൊണ്ടിരുന്നു.